ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും നല്ല മഴയാണല്ലേ. മക്കളെയൊക്കെ പുറത്തിറക്കുമ്പോൾ സൂക്ഷിക്കണേ. ആരും മക്കളെയൊന്നും പുറത്തിറക്കണ്ട, അതാണ് നല്ലത്. ഇന്ന് തന്നെ മലപ്പുറത്ത് ഒരു കുട്ടി തോട്ടിൽ വീണെന്നുള്ള ന്യൂസൊക്കെ കേട്ടപ്പോൾ ശരിക്കും സങ്കടമായി. പിന്നെ പല സ്ഥലത്തും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുക. അപ്പോൾ അതായത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. മഴയൊക്കെ കാരണം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ നേരം വൈകിപ്പോയി. അപ്പോൾ രാവിലെ തന്നെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ വെച്ച സാമ്പാറും കേബേജ് ഉപ്പേരിയൊക്കെ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചൂടാക്കി എടുത്തേ. അത് കഴിഞ്ഞിട്ട് നേന്ത്രപ്പഴം പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ്. റവേൻ്റെ ഉപ്മാവും നേന്ത്രപ്പഴം പുഴുങ്ങിയതും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, റവേൻ്റെ ഉപ്മാവ് ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ പഴം അവിടെ ഇരുന്ന് ചീത്തയായി പോവും, അതും പഴം കൂടി കഴിക്കാമെന്ന്. അപ്പോൾ ഏട്ടൻ റവ മേടിച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ വേഗം പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഉപ്പേരിക്കില്ല ചെറിയുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അപ്പോഴേക്കും ഏട്ടന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, റവയൊക്കെ മേടിച്ചിട്ട്. പിന്നെ ഇതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം റവ വറുക്കാൻ വേണ്ടി നിന്നേ. അപ്പോഴേക്കും നമ്മൾ പഴം പുഴുങ്ങാൻ വെച്ചതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം റവ വറുക്കുകയാണ്. അപ്പം അച്ഛൻ വിളിക്കുന്നത്, അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. സാധാരണ അവർ വരുമ്പോൾ 10:30-11 മണി ആവാറാണ്. ഇന്ന് അവർ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. വന്ന പോലെ തന്നെ അവർ വേഗം പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഉപ്മാവിനുള്ള റവയൊക്കെ വറുത്തിട്ട് അതേ ചീൻചട്ടി ഒന്ന് കഴുകിയിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്. കുറേ മുമ്പ് ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് റവ ഉപ്മാവിൽ ഇതുപോലെ ഉഴുന്ന് പൊട്ടിക്കുന്നത്. അതിനുശേഷം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതിങ്ങനെ കഴിക്കുമ്പോൾ ഈ ഉഴുന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണ്. അങ്ങനെ ഉള്ളി ഒന്ന് വഴറ്റി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വേണ്ട ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ പിന്നെ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനൊരു പോലെ പറഞ്ഞതേ ഉള്ളേ. അങ്ങനെ നല്ല തിളച്ച് വന്നപ്പോൾ അതിലേക്ക് റവയൊക്കെ ഇട്ടാക്കിയേ. അങ്ങനെ അത് എന്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേഗം തനിക്കുട്ടീനെയും കമ്മണിക്കുട്ടീനെയും അടുക്കളയിൽ നിന്ന് തന്നെ വേഗം വിളിച്ചിട്ടോ. കാരണം അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്, വേഗം നീച്ചോ പല്ല് തേച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിക്കാതെ നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ, നല്ല തണുപ്പുമാണ്. പിന്നെ എന്തിനാണ് നേരത്തെ നീപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവരെ വിളിച്ചതാണ്. അങ്ങനെ അമ്മയ്ക്കുള്ള ഉപ്മാവാണ് വേഗം കൊടുക്കുന്നത്. അമ്മ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് വിശന്ന് വയറ് കാളുമല്ലോ, അപ്പോൾ ഇങ്ങനെ വിശന്ന് ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് വേഗം കൊടുത്തേ. പിന്നെ കുറച്ച് ഉപ്മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു മാറ്റി വെച്ചത്. അപ്പോൾ നോക്കുമ്പോൾ എന്നാൽ അച്ഛനും അമ്മയും അല്ലാതെ കുറച്ച് ആൾക്കാരൊക്കെ വന്നപ്പോൾ പിന്നെ ഏട്ടന് സൈഡിലോട്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ അത് ഞാൻ 10 മണിക്ക് മക്കൾക്ക് കൊടുക്കുകയായിരുന്നേ ചെയ്തത്. അങ്ങനെ അച്ഛനും അമ്മയും അപ്പയൊക്കെ എത്തി. അച്ഛൻ വരുമ്പോൾ കുറച്ച് പുഴമീനൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. എനിക്ക് പുഴമീൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അമ്മ ഏത് വഴിയാണ് ഓടുക എന്നറിയില്ല. അമ്മയ്ക്ക് ഭയങ്കര മടിയാണ്. അച്ഛനാണെങ്കിൽ പാലൊഴിച്ച ചായ ഒന്നും ഇപ്പോൾ കുടിക്കൂല. പിന്നെ അതുപോലെ നല്ല ചൂടുള്ളതും കുടിക്കൂല. അപ്പോൾ കുറച്ച് കാപ്പി അച്ഛന് തണുപ്പിച്ച് കൊടുത്തേ. പിന്നെ പഴം പുഴുങ്ങിയതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ പൊതുവേ ചായ ഒന്നും ഇപ്പോൾ കുടിക്കാറില്ല. അപ്പോൾ അമ്മ അവിടെ ഇപ്പുണ്ട്, മക്കളും എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കുറച്ച് ഉപ്മാവൊക്കെ കൊടുത്തേ. അപ്പോൾ അച്ഛൻ അവരുടെ അടുത്ത് വർത്താനം പറയണേ. അപ്പോഴേക്കും ഇനീഷാട്ടിൻ്റെ ഒരു കസിൻ ബ്രദറും അതുപോലെ ഒരു ഫ്രണ്ടൊക്കെ അമ്മനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ. അവരവിടെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും അച്ഛനും അമ്മയും വേഗം ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ചേച്ചീൻ്റെ അടുത്തേക്കും കൂടി പോകണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. ചോറൊക്കെ തിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല, വേഗം ഇറങ്ങി. അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ഞാൻ വീടൊക്കെ വൃത്തിയാക്കാൻ നിന്നേ. കാരണം ഇപ്പോൾ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അമ്മനെ കാണാൻ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയായി കിടക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഞാൻ വേഗം വീടൊക്കെ വൃത്തിയാക്കാനേ. എല്ലാ ഷീറ്റും ഒരുമിച്ച് ഇപ്പോൾ മാറ്റുന്നില്ല, മഴയായതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ ഓരോന്നായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോഫേൻ്റെ വിരിയാണ് ഇന്ന് ഞാൻ മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ടേബിളൊക്കെ വൃത്തിയാക്കുകയാണ്. റവേൻ്റെ ഉപ്മാവ് ആയതുകൊണ്ട് തന്നെ ചെറിയ തരിയും പൊടികളൊക്കെ ഭയങ്കരമായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ഒരു 2-3 പ്രാവശ്യം വൃത്തിയാക്കിയാലാണ് അത് നന്നായിട്ട് വൃത്തിയായി കിട്ടുക. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ട് കേട്ടോ. പിന്നെ തനിക്കുട്ടിക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമാണ്. വീഡിയോ എടുത്തു തരാനൊക്കെ അവൾ എന്നെ സഹായിച്ചോളും. പിന്നെ ഇങ്ങനെ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവളാണ് വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചധികം ഞാൻ ബുദ്ധിമുട്ടും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയൊക്കെ അടിച്ച് താഴെ ഇട്ടതിന് ശേഷം മുറ്റത്തേക്ക് പോയതാണ്. അപ്പോൾ മഴയൊക്കെ ചെറിയൊരു ആക്കുണ്ട്. ഇന്നലെ മുറ്റടിക്കുമ്പോൾ ഒരു തേങ്ങ വീണുകൊണ്ട് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ തലയ്ക്കായിരിക്കും വീണിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇന്ന് മുറ്റടിക്കാൻ ഇറങ്ങിയില്ല, പേടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചേ.
പിന്നെ ഇതാ വേഗം വീടൊക്കെ അടിച്ചു വാരി ഇടുകയാണ്. തേങ്ങ വീണ് എന്നാലോചിച്ചാൽ എന്തായാലും മുറ്റം അടിക്കണം. അപ്പോൾ ഇപ്പം തന്നെ ഇറങ്ങുമ്പോൾ എനിക്ക് ഇന്നലത്തെ ഓർമ്മയൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ രാവിലെ പിന്നെ അടിക്കാൻ നിൽക്കാത്തത്. അങ്ങനെ വീടൊക്കെ വേഗം അടിച്ച് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു ചടപ്പാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും കളിക്കാൻ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് 2 പേരും കേട്ടോ. കാരണം എത്രയെന്ന് വെച്ചിട്ടാണ് അവർ ടി വി ആണെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സ്കൂളിൽ നിന്ന് കുറച്ച് കളറിംഗ് ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കട്ടെ എന്നാണ് തനിക്കുട്ടി ചോദിച്ചത്. അപ്പോൾ അത് എടുത്തോന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ കുറച്ച് നേരം കളറടിച്ചോളും, കുറച്ച് കഴിയുമ്പോൾ അതും മടുക്കും. അത് മടക്കുമ്പോൾ ഇനി അടുത്ത് എന്താ പറയാമെന്നറിയില്ല. അപ്പോൾ കുറച്ച് ക്ലേ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം ഹാളും റൂമും ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നേരെ ഡൈനിങ് റൂമിലേക്ക് വന്നിട്ട് അവിടെയും കൂടി അടിച്ചു വരികയാണ്. പിന്നെ അമ്മ എല്ലുകൊണ്ട് പിന്നെ നല്ല സുഖം കേട്ടോ. അവർ പിന്നെ അധികം അമ്മൻ്റെ കൂടെ അങ്ങനെ ഇരുന്നോളും. അത് കഴിഞ്ഞിട്ട് ഇതാ അടുക്കളേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അടുക്കള പൊളിച്ചിട്ടുണ്ട്. പാത്രമൊക്കെ പുറത്തിറങ്ങിയിട്ട് വേണം കെട്ടാൻ. അപ്പോൾ മഴയ്ക്ക് ചെറിയ ആക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വേഗം ചായ കുടിച്ച പാത്രം കഴുകി വെക്കുകയാണ്. ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പാത്രം അവിടെ ഇരിക്കും. കാരണം ഇനി മഴ തോരാതെ പിന്നെ കഴുകാൻ പറ്റത്തേയില്ല. പിന്നെ അടുത്ത പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഒന്നുകൂടിയും കുന്നുകൂടും പാത്രങ്ങളൊക്കെ. അപ്പോൾ കൈയോടെ തന്നെ കഴുകി വെച്ച് അങ്ങനെ അതാ വീട് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്കൂട്ടി ഞാൻ തുടച്ചേ കൂടെ നടന്നപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് അച്ഛമ്മൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നേ. കൺമണിക്കുട്ടി പിന്നെ എവിടെയെങ്കിലും ഒരു മൂലക്ക് അങ്ങ് ഇരുന്നോളും, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വേഗം വീടൊക്കെ അടിച്ച് തുടച്ചിട്ട് ഇത് കഴിയുമ്പോഴേക്കും ഇന്ന് ഇനീശേട്ടൻ്റെ ഏട്ടൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് വരിക എന്നറിയില്ല. അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും ചോറും കാര്യങ്ങളൊക്കെ ആക്കണം. എപ്പോഴാണ് എത്തുക, ഇനിയിപ്പോൾ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ വേഗം ചോറും കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ വീട് അങ്ങ് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലും ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ആ പണികളങ്ങ് നടന്നോളും. പിന്നെ അച്ഛൻ കൊടുന്ന മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും ഇവിടെ എല്ലാ ഏട്ടൻ്റെ 2 മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇവിടെ ആയതുകൊണ്ട് തന്നെ അവർ 2 പേരും സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ അവർ 2 പേരും അച്ഛമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തനിക്കുട്ടിക്കും കൺമണിക്കുട്ടിക്കും പിന്നെ മോളെ കിട്ടിക്കഴിഞ്ഞാൽ അവളെ കൂടെ അങ്ങനെ ഇരുന്നോളൂ. അപ്പോഴേക്കും എടുത്ത വീട്ടിലുള്ള 2 കുട്ടികളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അവരെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് കള്ളനും പോലീസും സെറ്റത്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കൺമണിക്കുട്ടി പിന്നെ അങ്ങനെ അധികം അവരോട് കളിക്കാനൊന്നും കൂടില്ല. അവളിങ്ങനെ ഒരു ഇൻട്രോവേർട്ടാണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് അങ്ങ് ഇരുന്നോളൂ കേട്ടോ. കെറ്റിലാണ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചത്. അപ്പോൾ അത് ചൂടായപ്പോൾ കൈയോടെ വേഗം അരിയിട്ട് ഞാൻ നേരത്തെ രാവിലെ ഇട്ടില്ല. കാരണം മഴയായതുകൊണ്ട് പെട്ടെന്ന് തണുത്തു പോവും. അപ്പോൾ ആ കഴിക്കുന്ന ടൈമിൽ വെന്ത് കിട്ടുന്ന വിധത്തിലാണ് ഇപ്പോൾ അരിയൊക്കെ ഇടാറ് കേട്ടോ. അങ്ങനെ അത് റൈസ് കുക്കറിലേക്ക് വേഗം ഇറക്കി വെച്ചതിന് ശേഷം മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നിന്നേ. ഇഞ്ചിയൊന്നും ഇവിടെ ഏട്ടന് വലിയ താല്പര്യമില്ല. അപ്പോൾ അധികം മീനായാലും ഇറച്ചിയായാലും കറി വെക്കുമ്പോൾ ഞാൻ ഇഞ്ചിയൊന്നും ഇടാറില്ല. പച്ചമുളക് ഇന്ന് ചതയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ അരിഞ്ഞിട്ട് എൻ്റെ അമ്മ ഇങ്ങനെയാണ് മീൻകറി വെക്കുക. പക്ഷേ അമ്മ ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ അമ്മനെ കാണുമ്പോഴോ അമ്മേനെ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാനും മീൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അമ്മ വെക്കുന്ന പോലെ വെക്കാൻ നോക്കേ. അങ്ങനെ വെളുത്തുള്ളി അരിഞ്ഞ് തക്കാളി അരിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നിരടി എടുക്കുക. ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് എന്ത് പുളിയാണ് വെച്ചാൽ ചേർക്കുക. ഇവിടെ ആർക്കും അങ്ങനെ കുടംപുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വാളംപുളിയാണ് ഞാൻ ഒഴിക്കുന്നത്. അങ്ങനെ അത് അവിടെ അടുപ്പത്ത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് ബാക്കി ഒരു 4 മീൻ, തൻകുട്ടിക്ക് പൊരിച്ച മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്കൊരു 4 മീൻ എടുത്തിട്ട് വേഗം മുളകും ഉപ്പൊക്കെ തേച്ച് വെച്ച് ഇനിയിപ്പോൾ ചോറ് തിന്നാനാവുമ്പോഴേക്കും പൊരിച്ചാൽ മതിയല്ലോ. അങ്ങനെ മീനൊക്കെ നന്നായിട്ട് മീൻ കറിക്ക് വെച്ചതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാനിതാ മീൻ ഓരോന്നായിട്ട് പെറുക്കിയിടുകയാണ്. അതിൻ്റെ തലയും വാലും എല്ലാം എടുത്ത് ബാക്കി കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് വറ്റിച്ചിട്ട് കറി വെച്ചേ. മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരുപാട് തൈ നട്ടിട്ട് ഇപ്പോഴാണ് നമുക്കൊരു കറിവേപ്പില പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ കറിയൊക്കെ വെക്കണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോ തണ്ട് പറിച്ച് കൊണ്ടുവരാം. അങ്ങനെ കറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അകത്ത് വന്നപ്പോൾ അതാ നല്ല കളിയിലാട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരുടെ കളിയൊക്കെ നോക്കിയിരുന്നേ. അപ്പോഴേക്കും അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വേഗം ചോറ് കൊടുത്തിട്ടോ. അമ്മനെ എന്തായാലും മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വിശന്ന് ഇരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് വേഗം ചോറ് കൊടുത്ത് അമ്മയ്ക്ക് സാമ്പാർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും കൊടുത്തു. അതുപോലെ തന്നെ ഒരു മുട്ട പൊരിച്ചതും കൊടുത്തേ. അമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ട് താ ഞങ്ങളും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും.